15 ആയത്തുകളാണ് ഇതുവരെയായി വിശദീകരിച്ചത്. ഗുഹാവാസികളായ ആ ചെറുപ്പക്കാർ അവരുടെ ഗുഹയിൽ എത്തിപ്പെട്ട സാഹചര്യമാണ് പറഞ്ഞു വരുന്നത്. വഇദ് ഇഅ്തസൽതുമൂഹും, അവർ പരസ്പരം പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആ ചെറുപ്പക്കാർ പരസ്പരം പറയാണ്, വഇദ് ഇഅ്തസൽതുമൂഹും. ഇഅ്തസല എന്ന് പറഞ്ഞാൽ വേറിട്ട് നിന്നു. ഇഅ്തസല വേറിട്ട് നിന്നു. ഇഅ്തസൽതും നിങ്ങൾ വേറിട്ട് നിന്ന സന്ദർഭം. ഇഅ്തസൽതും വഇദ് ഇഅ്തസൽതുമൂഹും, നിങ്ങൾ അവരിൽ നിന്ന് വേറിട്ട് നിന്നതിനാൽ. ഇത് എന്നുള്ളത് അവിടെ വേറിട്ട് നിന്ന സന്ദർഭം, വേറിട്ട് നിന്നതിനാൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ നിന്ന് വേറിട്ട് മാറിപ്പോകുന്നതിനാണ് എന്ത് പറയാ? ഇഅ്തസല എന്ന് പറയാം. അഹ്ലുസുന്നയുടെ യഥാർത്ഥ പാതയിൽ നിന്ന് തെറ്റിപ്പോയ, പഴച്ചുപോയ ഒരു കക്ഷി ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മുഅ്തസിലത്ത് എന്നാണ്. മുഅ്തസിലത്ത്, മുഅ്തസിലിയാക്കൾ ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഖവാരിജ്, മുഅ്തസിലത്ത് എന്നൊക്കെ. ഈ മുഅ്തസിലത്ത് എന്നുള്ള പേര് അവർക്ക് കിട്ടാൻ കാരണം അവരുടെ കൂട്ടത്തിലെ വാസിൽ ഇബ്നു അതാ എന്ന് പറയുന്ന ഒരു നേതാവ് അഹ്ലുസുന്നയുടെ യഥാർത്ഥമായ വിശ്വാസാചാരങ്ങളിൽ നിന്ന് വേറിട്ട് അയാൾ വേറാണ് പോയി. അയാളുടെ പിന്നാലെ കുറച്ച് അണികളും കൂടി. അങ്ങനെ അവരെ സംബന്ധിച്ച് ഉസ്താദ് പറഞ്ഞതാണ് ഇഅ്തസല അന്ന, അയാൾ നമ്മളുടെ കൂട്ടം വിട്ടുപോയി. ആ കക്ഷി മുഅ്തസിലത്ത് എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ടു. അപ്പോൾ വഇദ് ഇഅ്തസൽതുമൂഹും, ഞാൻ ആ പദത്തിൻ്റെ പ്രയോഗത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഗുഹാവാസികൾ, ഗുഹയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ ചെറുപ്പക്കാര് അവർ പരസ്പരം പറയാണ്, വഇദ് ഇഅ്തസൽതുമൂഹും, നിങ്ങൾ അവരെ ഒഴിവാക്കി വേറിട്ട സന്ദർഭമായതിനാൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പരസ്പരാണ്. നമ്മളിപ്പോ ഇവരെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ നാട്ടുകാരെ നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു. വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ, അവരാരാധിച്ചു വരുന്ന ആരാധ്യന്മാരെയും നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒഴിവാക്കിയിരിക്കുകയാണ്. ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ ഒഴികെ. എന്നാൽ അള്ളാഹിനെ അവർ ആരാധിക്കുന്നുണ്ട്, തെറ്റോടുകൂടെയാണ് അവർ ആരാധിക്കുന്നത്. അള്ളാഹിനെ ആരാധിക്കും, മറ്റുള്ളവരെ ആരാധിക്കും. ഇതാണല്ലോ സർവ്വകാലത്തും മുശ്രിക്കുകൾക്കുള്ള പരിപാടി. അതുകൊണ്ടാണല്ലോ അവർ മുശ്രിക്കുകൾ എന്നറിയപ്പെടുന്നത്. പങ്കു ചേർക്കുക എന്ന് പറയണതിൻ്റെ എന്തുകൊണ്ടാ? അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അതോടൊപ്പം ആ അള്ളാഹുവിലാണ് അവർ മറ്റുള്ളവരെ എന്താക്കുന്നത്? പങ്കാക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ നാട്ടുകാരെ, ശിർക്ക് ചെയ്യുന്ന നാട്ടുകാരെയും അവർ ശിർക്കിനായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആരാധ്യന്മാരെയും നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുന്ന സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല. അതിനാൽ നിങ്ങൾ അഭയം തേടുവീൻ. നിങ്ങൾ അഭയം തേടുവീൻ. അവാ, അഭയം തേടി. ആവാ യവി. ആകയാൽ നിങ്ങൾ അഭയം തേടുവീൻ. എങ്ങോട്ട്? ഇലൽ കഹ്ഫി, ഗുഹയിലേക്ക്. ആ നാട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമല്ല, അവിടെ തന്നെ ആ പ്രദേശത്തിന്റെ ചുറ്റുഭാഗത്തൊക്കെയുള്ള അവർക്കൊരൽപ്പം പരിചയമുള്ള ഗുഹയാണെന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണല്ലോ അൽ കഹ്ഫിലേക്ക് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് അധികം ദൂരെയല്ലാത്ത സ്ഥലത്താണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് അവർ ഉണർന്നെഴുന്നേറ്റതിൻ്റെ ശേഷം അവർ അവിടുത്തെ മാർക്കറ്റിലേക്ക് തന്നെയാണ് സാധനം വാങ്ങാൻ വേണ്ടി ആളെ പറഞ്ഞയക്കുന്നതൊക്കെ. ആ സംഭവം വരുന്നിടത്ത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഏതായിരുന്നാലും അവർ പരസ്പരം പറയണത്, ഇനി നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ല, നമ്മൾ ഈ നാട്ടുകാരെ ഒഴിവാക്കി. കാരണം ഇവർ ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്, ഇവരോടൊപ്പം പൊരുത്തപ്പെട്ടു പോകാൻ നമുക്ക് കഴിയൂല. അവരല്ലാഹു അല്ലാത്ത ആരെയൊക്കെ പൂജിക്കുന്നുണ്ടോ, ആരാധിക്കുന്നുണ്ടോ, അവയിൽ നിന്നും നമ്മളിപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി ഫഉ, ആകയാൽ നിങ്ങൾ അഭയം തേടുവീൻ. ഇലൽ കഹ്ഫി, ഗുഹയിലേക്ക്. യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി, ആ ഗുഹയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇവരെ വിട്ടു പോയാൽ അള്ളാഹ് നമ്മളെ കൈവടിയൊന്നുമില്ല. അക്കാര്യത്തിൽ നമ്മൾ ബേജാറൊന്നും ആവണ്ട. യൻശുർ ലക്കും, നിങ്ങൾക്ക് എളുപ്പമാക്കി തരും, തുറന്നു തരും. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, മിർ റഹ്മതിഹി, അവൻ്റെ കാരുണ്യത്തിൽ നിന്ന്. യൻശുർ ലക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തുറന്നു തരും, വിശാലമാക്കി തരും. അതാണ് നശറ യൻശുർ, വിശാലമാക്കി തരിക.
റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വിശാലമായി തുറന്നു തരും മിർ റഹ്മത്തിഹി അവന്റെ കാരുണ്യത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ തുറന്നു തരും എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊക്കെ വേണ്ട രൂപത്തിൽ റബ്ബ് എന്ത് ചെയ്തു തരും? ഒക്കെ റഹ്മത്ത് അവൻ തരും. തീർന്നില്ല, വയുഹയ്യിഉ ലക്കും നിങ്ങൾക്കവൻ എളുപ്പമാക്കി തരികയും ചെയ്യും. ഹയ്യ എളുപ്പമാക്കി തന്നു, യസ്സറ സഹല എന്നൊക്കെ അർത്ഥം. വയുഹയ്യിഉ ലക്കും നിങ്ങൾക്കവൻ എളുപ്പമാക്കി തരികയും ചെയ്യും. മിൻ അംരിക്കും നിങ്ങളുടെ കാര്യങ്ങളിൽ നിന്ന്, മിർഫഖ നിങ്ങളുടെ കാര്യത്തിൽ അവൻ എളുപ്പമാക്കി തരും. മിർഫഖ നിങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരികയും ചെയ്യും. ഇതവർ പരസ്പരം പറഞ്ഞിട്ടാണ് അവർ ഗുഹയിലേക്ക് കയറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവരെ സംബന്ധിച്ചുള്ള സൂചന കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഗുഹയിലേക്ക് കയറിയപ്പോൾ തന്നെ അവർ പ്രാർത്ഥിച്ചത് മുൻകൂട്ടി അല്ലാഹ് നമ്മളോട് അറിയിച്ചത്. ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലു എന്താ പറഞ്ഞത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ഇവിടെ അവർ ഓർമ്മപ്പെടുത്തിയത് എന്താണ്? യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി വയുഹയ്യിഅ് ലക്കും മിൻ അംരിക്കും മിർഫഖ. അങ്ങനെ ആ നിലക്ക് വയുഹയ്യിഅ് ലക്കും മിൻ അംരിക്കും മിർഫഖ നിങ്ങളുടെ കാര്യത്തിൽ എളുപ്പകരമായ ഉപകാരപ്രദമായ കാര്യങ്ങളെല്ലാം അവൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തരികയും ചെയ്യും. അങ്ങനെ ആ രൂപത്തിലുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല വിചാരത്തോടെ സദ്വിചാരത്തോടെ റബ്ബിൻ്റെ കാവലുണ്ടാകും. റബ്ബ് നമ്മളെ ഒരിക്കലും കൈവടിയൂല. കാരണം റബ്ബിന് വേണ്ടിയാണ് നമ്മൾ ഈ സുഖസൗകര്യങ്ങളുടെ നാട്ടിൽ നിന്ന് വിട്ട് നമ്മൾ വേറെ പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് എന്തായാലും അള്ളാഹിൻ്റെ റഹ്മത്ത് നമുക്കുണ്ടാകും. നമ്മുടെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു തആല എളുപ്പം തരികയും ചെയ്യുമെന്ന് അവർ പരസ്പരം സമാശ്വസിപ്പിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഗുഹയിൽ കയറുന്നത്.